Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ പോക്കോ M4 Pro ആണ്. അപ്പോൾ പോക്കോ M4 Pro ഗ്ലോബലി അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ത്യയിലും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബേസിക് പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14,999, അതായത് 15,000 rupees ആണ് ഇതിന്റെ ബേസ് വേരിയന്റിന്റെ വില. 6GB റാമും 64GB സ്റ്റോറേജും ആണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3 വേരിയന്റ് ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ ഫോണിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ പോക്കോ M4 Pro പുതിയ ഡിവൈസാണ്. ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പോക്കോ M4 Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് പോക്കോ M4 Proൻ്റെ ബോക്സ് പാക്കേജിങ്. അപ്പോൾ ടിപ്പിക്കൽ പോക്കോ ഡിവൈസിനെ പോലെ തന്നെ ഇതും യെല്ലോ കളറാണ് ബോക്സ് പാക്കേജ് വരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ പോക്കോ എന്ന് എഴുതിയാണ് പോക്കോ M4 Pro. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. പോക്കോ M4 Pro കൂൾ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 3 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 664-ന് 14,999-നും 6/128-ന് 16,499, അതായത് 16,500-ഉം 8GB 128GBക്ക് 17,999, അതായത് 18,000 rupees-ആണ്. 3 വേരിയൻസ് ആണ് അവൈലബിൾ ആവുന്നത്. ഇവിടെ കിട്ടുന്നത് സൂപ്പർ AMOLED ഡിസ്പ്ലേ, 90Hz ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 64 MP AI ട്രിപ്പിൾ ക്യാമറ, 16 MP സെൽഫി ക്യാമറ, മീഡിയടെക്കിൻ്റെ ഹീലിയോ G96 ലിക്വിഡ് കൂൾ ടെക്നോളജി 1.0, പിന്നെ 33W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് ഇവിടെ എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വളരെ പെട്ടെന്ന് വായിക്കാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട്, LPDDR4X റാമാണ്, UFS 2.2 ആണ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അതേപോലെ അപ് ടു 3GB ടർബോ റാം, അതായത് എക്സ്റ്റെൻഡബിൾ റാം ഫീച്ചറും ഉണ്ട്. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് ഉണ്ട്, IP58 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസും ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജാണ്. 14,999 നിങ്ങൾക്ക് 6GB റാമും 64GB സ്റ്റോറേജും ഉള്ള ഒരു നല്ല ഫോണാണെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജ്. കാരണം ഇപ്പോൾ ഫോണിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് എല്ലാം കൂടി ആ ഒരു ഇത് വെച്ചും കൂടി നോക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കേജ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. എങ്കിലും നമുക്ക് ഫോണിൽ ടെസ്റ്റ് ചെയ്താലേ ഫൈനൽ വേർഡിക്റ്റ് ചെയ്യാൻ പറയുള്ളൂ. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ ഒരു പോക്കോൻ്റെ ഒരു മാനുവൽ കാണാം. മാനുവലിൽ എന്താ എഴുതിക്കുന്നത് നോക്കാം. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്, കണ്ടില്ലേ? 2 നാനോ സിം കാർഡ് സ്ലോട്ടും ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും. സാർ വാല്യൂ 0.885 ഹെഡ് സാറും 0.853 ബോഡി സാറുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഒരു കേസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, സ്റ്റാൻഡേർഡ് TPU കേസാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ബാക്കി എന്തൊക്കെയാണ് നോക്കാം. ഫോണ് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഫോൺ ഇവിടെ വയ്ക്കാം. നമുക്ക് ഫോണിനകത്ത് ബോക്സിനകത്ത് ഒരു 33W അഡാപ്റ്ററാണ്, സ്റ്റാൻഡേർഡ് 33W ഷോമീൻ്റെ അഡാപ്റ്ററാണ്. പിന്നെ USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്നത് ഒരു AMOLED ഡിസ്പ്ലേയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫുൾ HD+ AMOLED ഡിസ്പ്ലേ, 90Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കളർഫുൾ ആൻഡ് വിവിഡ് ഡിസ്പ്ലേയാണ്. അതേപോലെ നല്ല ബ്രൈറ്റ്നസ് ലെവൽസ് ഉണ്ട്. ടച്ച് റെസ്പോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്മൂത്താണ്. അതേപോലെ 90Hz അതുകൊണ്ട് നല്ലൊരു സ്മൂത്ത് ആനിമേഷൻ എഫക്ട്സ് ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AMOLED ആണ്. വ്യൂവിങ് ആംഗിൾസ് ആണെങ്കിൽ നല്ല ഒരു മികച്ച ഡിസ്പ്ലേ ആണ്. നല്ലൊരു സ്മൂത്ത് റെസ്പോൺസാണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ എനിക്ക് കംപ്ലയിൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. കാരണം 15,000 പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ ഡിസൈൻ ആക്ച്വലി ഒരു ക്വൈറ്റ് ഡിഫറെൻറ്റ് ഡിസൈനാന്ന് പറയും. കാരണം നമ്മൾ സ്റ്റാൻഡേർഡായി കാണുന്ന ഒരു ബാക്ക് പാനൽ ഡിസൈൻ അല്ല ഇവിടെ വരുന്ന. ഒരു റെക്റ്റാങ്കിൾ നീളത്തിലുള്ള ഒരു റെക്റ്റാങ്കുലർ ക്യാമറ യൂണിറ്റാണ്. പോക്കോ ബ്രാൻഡിങ് കാണാം. 64 MP AI ട്രിപ്പിൾ ക്യാമറ കാണാം. അപ്പോൾ ഒരു 8 MP അൾട്രാ വൈഡും 2 MP ഡെപ്ത് സെൻസറും 64 MP പ്രൈമറി സെൻസറാണ്. ഇത് AI എന്ന് വെറുതെ ഒരു ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ. LED ഫ്ലാഷാണ്. അപ്പോൾ നല്ലൊരു ക്യാമറ ഒരു യൂണിറ്റാന്ന് പറയാം. കാരണം ഒരു വ്യത്യസ്തത ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ സാധാരണ കാണുന്ന ഒരു ഇതിന്ന് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ ബ്ലൂ കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു മാറ്റ് ഫിനിഷ് ഉണ്ട്, വളരെ ഒരു മാറ്റ് ഫിനിഷ് ലുക്കാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീലുണ്ട്. അതേപോലെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റീൻ്റെ കാര്യം പറയുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ഇവിടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്.
വോളിയം റോക്കർ കീസ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് സിം ട്രേ, ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഉണ്ട്, 2 സിം കാർഡും ഇടാം. USB Type-C പോർട്ട്, പിന്നെ സ്പീക്കർ യൂണിറ്റ് ആണ്, ഡ്യുവൽ സ്പീക്കറാണ് വരുന്നത്, മുകളിലും താഴെയും. IR ബ്ലാസ്റ്റർ ഉണ്ട്, മുകളിൽ 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇതിൻ്റെ ഡിസ്പ്ലേ, അതേപോലെ ഡിസൈനും ഒരു വ്യത്യസ്തത ഉണ്ട്. അതാണെങ്കിൽ 15,000 പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ റിഫ്രഷിങ് ഡിസൈനാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് MIUI 13 കാണാം. ആൻഡ്രോയിഡ് വേർഷൻ ഇപ്പോഴും ആൻഡ്രോയിഡ് 11 ആണ്. അത് പ്രോബ്ലി ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് തന്നെയാണ്. കാരണം നമുക്കിവിടെ ആൻഡ്രോയിഡ് 12 ഇല്ല. ഓൾമോസ്റ്റ് ഫെബ്രുവരി മാർച്ചായി, എന്നിട്ട് പോലും ആൻഡ്രോയിഡ് 12 വന്നിട്ടില്ല എന്നുള്ളത് പ്രോബ്ലി ഒരു ഡിസപ്പോയിൻറ്റിങ് കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. MIUI 13 ഉണ്ട്, ആക്ച്വലി അതൊരു നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് കിട്ടിയത് 8GB റാമും പ്ലസ് 3GB എക്സ്റ്റെൻഡബിൾ റാമാണ്. Helio G96 ഒക്ടകോർ പ്രോസസ്സറാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്താ പറയുക സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നമുക്ക് റെഗുലർലി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സിനുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, അതേപോലെ റേസ് ടു വേക്ക്, പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുക ഡാർക്ക് മോഡ് ഇൻക്ലൂഡഡ് ആണ്. റിഫ്രഷ് റേറ്റിൻ്റെ കാര്യമാണ് 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാ ജനറലി വരുന്ന MIUIയിൽ വരുന്ന കസ്റ്റമൈസബിൾ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ സൈഡ് ബാർ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് ബാർ എനേബിൾ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് ഇതൊരു പുതിയ MIUI 13 ഫീച്ചറാണ്, ഇതും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് സെക്കൻഡ് സ്പേസ്, ഫ്ലോട്ടിംഗ് വിൻഡോ, റെഗുലർലി വരുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. MIUI 13 ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് നോക്കാം. 30 FPS 1080p 30 FPS മാത്രമേ സപ്പോർട്ടഡ് ഉള്ളൂ. കാരണം Helio G96 അത്രേ ഉള്ളൂ. പിന്നെ കുറച്ചൊക്കെ കോസ്റ്റ് കട്ടിങ് നമുക്ക് എന്താണെങ്കിലും ഇവിടെ കാണാൻ സാധിക്കും. 4K സപ്പോർട്ട് ഇവിടെ നമുക്ക് വരുന്നില്ല. ഇനി ബാക്കി മോഡ്സ് പറയുകയാണെങ്കിൽ പ്രോ മോഡ്, വീഡിയോ റെക്കോർഡിംഗ് മോഡ്, ഫോട്ടോ, പോർട്രേറ്റ്, പിന്നെ മോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്രോ മോഡ് ഉണ്ട്, മാക്രോ സെൻസർ ഉണ്ട്, AI വാട്ടർമാർക്ക്, അങ്ങനെ അഡീഷണൽ മോഡ്സ് എല്ലാം കാണാം. ഷോർട്ട് വീഡിയോ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഇങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ള മോഡ്സ് എല്ലാം കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം. ഇതെല്ലാം Poco M4 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. വിശദമായി ക്യാമറ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിൻ്റെ എത്ര ഉണ്ടെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും നാളെ തന്നെ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ്. ക്യാമറ ആക്ച്വലി നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡീറ്റെയിലായി ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനീഷ്യൽ ഇംപ്രഷനിൽ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പാണ് എനിക്ക് തോന്നിയത്. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഇതിനകത്ത് 33 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് എബവ് 1 hour എടുക്കും ചാർജ് ചെയ്യാൻ, സ്ലൈറ്റ്ലി എബവ് 1 hour എടുക്കും. എങ്കിലും നല്ലൊരു ഫാസ്റ്റർ ചാർജിങ് ആണ്, ടർബോ ചാർജാണ് വരുന്നത്. അപ്പോൾ 5000 mAh ബാറ്ററി എന്താണെങ്കിലും നമുക്കൊരു 1-1.5 ദിവസം ഈസിലി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതേ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെയും കിട്ടുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Poco M4 Proൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ ഡിവൈസ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. 3 വേരിയൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14,999, 16,499, 17,999. അത് 3 വേരിയൻ്റാണ്. 6GB 8GB റാമും 128ഉം 64GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ Poco M4 Pro ഏറ്റവും പുതിയ ഡിവൈസാണ്. ഇത് 4G ഡിവൈസാണ്, ഞാൻ കാര്യം വിട്ടുപോയി. ഇത് 4G ഡിവൈസാണ്, 5G സപ്പോർട്ട് ഇല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.